ഇപ്പോൾ ചെന്താമരെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. ചെന്താമരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ശിക്ഷാവിധി നാളെയാകും ഉണ്ടാവുക എന്നത് വ്യക്തമാണ്. ഇപ്പോൾ സാങ്കേതികമായി ചില വാദമുഖങ്ങൾ കോടതിയിൽ ഉന്നയിക്കാൻ ചെന്താമരയുടെ അഭിഭാഷകർ ശ്രമിച്ചു. അതിലേറ്റവും പ്രധാനം 2025 ഇരട്ടക്കൊലപാതകമാണ് സംഭവിച്ചത്. സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തി. പക്ഷേ കേസിൽ ദൃക്സാക്ഷികളില്ല. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലപാട് ആണ് ഈ കേസിൽ സ്വീകരിക്കുന്നത് എന്നതാണ് ചെന്താമരയുടെ അഭിഭാഷകരുടെ വാദം. ദൃക്സാക്ഷികളില്ലാത്ത കേസാണ്. ചെന്താമര അല്ല ആ കൃത്യം നടത്തിയത് എന്ന് പോലും വാദിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ ഈ കേസ് എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ കോടതി പറയാണ്ടോ ഇന്നലെ തൂക്കിക്കൊന്നോളൂ എന്നാണ് പറഞ്ഞത്. താങ്കൾക്ക് ഒരു കുറ്റബോധം തോന്നുന്നില്ലേ? ഇത്രയൊക്കെ ചെയ്തിട്ടും താങ്കൾക്ക് ഒരു കുറ്റബോധം തോന്നാത്ത എന്താണ് ചെന്താമര? എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ? കാരണം ചെന്താമരയിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. സാധാരണ മനുഷ്യരുടെ മനോനിലയിൽ നിന്ന് സ്വാഭാവികമുണ്ടാകുന്ന ചോദ്യമാണ് കുറ്റബോധമുണ്ടോ എന്നത്. പക്ഷേ ചെന്താമരയുടെ ഭാഗത്ത് മറുപടി ഉണ്ടാകുന്നില്ല. ഞാൻ ഗാന്ധിജിയല്ല, എനിക്കെതിരെ ആര് വന്നാലും കൊല്ലും, നേരിടും എന്നതായിരുന്നു കോടതിയിൽ പോലും ചെന്താമര പറഞ്ഞത്. കാര്യം പ്രൊബേഷൻ ഓഫീസർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചതുൾപ്പെടെ ഈ വാദത്തിൻ്റെ ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. 2019 ആദ്യ കൊലപാതകം. തൻ്റെ കുടുംബം തകർത്തത് അയൽവാസികളായ ആളുകളാണ് എന്ന ബോധത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കൊലപാതകങ്ങൾ എന്നതാണ് ചെന്താമര തന്നെ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. 2019 ശ്രീജയെ കൊലപ്പെടുത്തുന്നു. 2025 ഭർത്താവ് സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തുന്നു. ഈ 2 പെൺകുട്ടികൾ മാത്രമാണ് ആ കുടുംബത്തിൽ അവശേഷിക്കുന്നത്. അയൽവാസിയായ പുഷ്പ ഉൾപ്പെടെയുള്ളവർ കോയമ്പത്തൂരിലേക്ക് താമസം മാറി. ചെന്താമര പുറത്തിറങ്ങിയാൽ ഏത് നിമിഷവും ഒരു കൊലയാളി തങ്ങളുടെ മുന്നിലേക്ക് എത്തും എന്ന ആധിയിലും പേടിയിലുമാണ് അവർ കോടതിയിൽ പോലും ആ കാര്യങ്ങൾ വിശദീകരിച്ചത്. പക്ഷേ ഈ കേസിൽ ഇപ്പോൾ വിചാരണ പൂർത്തിയായി ശിക്ഷാവിധി നാളെ നടക്കാൻ പോവുകയാണ്. അതിനിടയിൽ ഇന്നുണ്ടായ കൗതുകരമായ കാര്യം, ചെന്താമരയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ വധശിക്ഷ നൽകരുത്, പരമാവധി ശിക്ഷ നൽകരുത് എന്ന് പറയുന്നതിനൊപ്പം തന്നെ കേസിൽ പുനർവിചിന്തനം വേണം എന്നാവശ്യപ്പെടുകയാണ്. 2025 കൊലപാതകം അക്കാര്യത്തിൽ ഇപ്പോഴും അത് ചെന്താമരയല്ല കൃത്യം നിർവഹിച്ചത് എന്ന നിലയിൽ കോടതി ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ചെന്താമരയുടെ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തുടക്കം മുതലേ ചെന്താമരയെ പ്രതിയാക്കാൻ തിടുക്കമുണ്ടായിരുന്നു. കേസിൽ ദൃക്സാക്ഷികളില്ല എന്ന വാദങ്ങളാണ് കോടതിക്ക് മുമ്പിൽ ചെന്താമരയുടെ അഭിഭാഷകർ നിരത്തിയത്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലപാട് പോലീസ് സ്വീകരിക്കുകയായിരുന്നു എന്നതടക്കമുള്ള വാദങ്ങളാണ് കോടതിയിൽ ഉണ്ടായത്. രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ചില ഉത്തരവുകൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുൻപൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടെങ്കിൽ ആ ശിക്ഷ വച്ചുകൊണ്ട് വീണ്ടും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മുൻവിധിയോടുകൂടി കോടതികൾ സമീപിക്കാൻ പാടില്ല. കുറ്റവും ശിക്ഷയും തമ്മിൽ നീതിപൂർവമായൊരു തുല്യത വേണം എന്ന രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ഉത്തരവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചെന്താമരയ്ക്ക് വേണ്ടി ഇന്നും അവസാന ദിവസവും വാദങ്ങൾ ഉയർന്നത്.